സിസ്റ്ററിന്റെ പേരെന്താണ്? ജിനി വില്യം. എത്ര വർഷമായിട്ട് ഇത് വർക്ക് ചെയ്യുന്നത്? 3 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതെന്താ എംബസിയുടെ ഭാഗത്തുള്ള പ്രശ്നമാണ്? 15-ാം തീയതി ബുധനാഴ്ച അവർ ഹോസ്പിറ്റലിൽ വന്ന് എംബസിയായിട്ട് ഞങ്ങളുടെ നേഴ്സിന് ഡയറക്ടറുമായിട്ട് അവർ മീറ്റിംഗ് നടത്തിയിട്ട് അവർ ഹോസ്പിറ്റൽ അതോറിറ്റി ചോദിച്ചു അവരോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അവർ ജസ്റ്റ് ഒരു വിസിറ്റിന് വന്നു എന്ന് പറഞ്ഞു. പക്ഷേ വിസിറ്റിന് വന്ന് അവർ മീറ്റിംഗ് കഴിഞ്ഞ് അവർ പോകുമ്പോൾ ഞങ്ങൾ 3 സൂപ്പർവൈസറുടെ കയ്യിലും ഓരോ ലെറ്റർ തന്നിട്ട് 15-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണിക്ക് എംബസിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ ഡയറക്ടറുടെ പെർമിഷൻ മേടിച്ചു. 2 മണിക്കൂറാണ് ഞങ്ങൾക്ക് പെർമിഷൻ തന്നത്. ഞങ്ങൾ 15-ാം തീയതി രാവിലെ 9:30 ആയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയി 10 മണിക്ക് ഞങ്ങൾ എംബസിയിലെത്തി. 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഞങ്ങളെ അതിനകത്തിരുത്തി പരസ്പരം ഞങ്ങളെ കാണിച്ചിട്ടേ ഇല്ല. ഈ 10 മണിക്ക് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഈ 4 പേരെ 4 ഫ്ലോറിലായിട്ട് അവർ കൊണ്ടുപോയി. പരസ്പരം ഞങ്ങൾ കണ്ടിട്ടില്ല. നഴ്സിംഗ് ഡയറക്ടർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളി റിസപ്ഷനിൽ ഇരിക്കുന്നത് മാത്രം. ഞങ്ങളെ കാണിച്ചിട്ടുമില്ല. ഓരോ സെക്ഷനായിട്ട് ഇവർ ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഒരാളോട് ചോദിച്ചു, ഇവർ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പേപ്പറും പേനയും തന്നിട്ട് ഞങ്ങളെ കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ അവർ എഴുതിപ്പിക്കുന്നുണ്ട്. അവർ ചോദിച്ച ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു മനുഷ്യനോടും ചോദിക്കാത്ത മൃഗീയമായ ചോദ്യമാണ് അവർ ചോദിച്ചത്. അവരാദ്യമേ ചോദിച്ചു പേരെന്തെന്ന് ചോദിച്ചു, എങ്ങനെ ഈ ML വന്നെന്ന് ചോദിച്ചു. അവരത് കഴിഞ്ഞ് ചോദിക്കുന്ന ചോദ്യം വെറും വൃത്തികെട്ട ചോദ്യങ്ങൾ. എനിക്കിപ്പം ഈ ചാനലിന്റെ മുമ്പിൽ എനിക്ക് പറയാൻ പറ്റാത്ത ചോദ്യം. കാരണം എന്ന് വെച്ചാൽ എനിക്കിപ്പം ഇവിടെ പറയാൻ തന്നെ എനിക്ക് ലജ്ജയാണ്. അതുപോലെയുള്ള ചോദ്യങ്ങളാണ് അവർ ചോദിച്ചത്. ആദ്യം ചോദിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് ഏജന്റ് വഴിയാണ് മിലിറ്ററി ഹോസ്പിറ്റലിൽ വന്നത്? ഏജന്റിന്റെ പേര് പറഞ്ഞു. അപ്പൊ ചോദിച്ചു എത്ര രൂപ നിങ്ങൾ ഏജന്റിന് കമ്മീഷൻ കൊടുത്തു? ആ പറഞ്ഞ പൈസ തന്നെ ഞങ്ങൾ മേടിച്ചിരുന്ന 1 രൂപ കുറവോ കൂടുതലോ പറഞ്ഞിട്ട് ഞങ്ങൾ ആ പൈസ പറഞ്ഞു. അപ്പൊ ചോദിച്ചു, നിങ്ങൾക്ക് നാട്ടിൽ വെച്ച് നിങ്ങൾക്ക് സാലറി വാഗ്ദാനം ചെയ്ത സാലറി നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ? ഞങ്ങൾക്ക് അതേ സാലറി തന്നെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് അതിന് യാതൊരു കംപ്ലൈന്റും ഇല്ല. അത് കഴിഞ്ഞിട്ട് അവർ ചോദിച്ചത്, ഈ ഏജന്റ് എത്ര പ്രാവശ്യം ഡെയിലി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്? എത്ര പ്രാവശ്യം നിങ്ങൾ ഏജന്റിന്റെ ഹോട്ടലിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്? ഏജന്റ് എത്ര പ്രാവശ്യം ഹോസ്പിറ്റലിൽ വന്ന് നിങ്ങളെ കാണാറുണ്ട്? ഏജന്റ് ഹോസ്പിറ്റലിൽ വരുന്നത് ഞങ്ങളെ കാണാനല്ല. ഞങ്ങൾക്ക് ഒരു ജോലി ചെയ്ത് സഹായിച്ചതിന്റെ പുറത്ത് ഞങ്ങൾ പുള്ളിയെ റെസ്പെക്ട് ചെയ്യണം. അപ്പൊ കാണുന്ന ഒരു മര്യാദ അനുസരിച്ച് ഞങ്ങൾ പുള്ളിയോട് ഹായ് ഹലോ പറയുന്നതല്ലാണ്ട് പുള്ളി ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഹോസ്പിറ്റലിൽ വരുന്നു, ഹോസ്പിറ്റൽ അതോറിറ്റിയായിട്ട് സംസാരിക്കുന്നു, പുള്ളിക്ക് ഹോസ്പിറ്റലുമായിട്ടുള്ള ഇടപാട്, കമ്പനി ഹോസ്പിറ്റലുമായിട്ടുള്ള കാര്യങ്ങൾ അതനുസരിച്ച് അവർ പോകുന്നു. അല്ലാണ്ട് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് ഈ പറയുന്ന കൂട്ടത്തില് അവർ ഞങ്ങളോട് പറയുന്നുണ്ട്, ഈ ഓരോ കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് ഞങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുക. ഞങ്ങൾ എഴുതി സൈൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അത് എഴുതി സൈൻ ചെയ്തു. ഞങ്ങൾ 3 പേര് ഞങ്ങളത് എഴുതി സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചു, ഒരു ബയോഡേറ്റ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് എത്ര രൂപ ഒരു ബയോഡേറ്റയുടെ പുറത്ത് ഏജന്റ് നിങ്ങൾക്ക് കമ്മീഷൻ തരുന്നുണ്ടോ? ഞങ്ങൾക്ക് ഒരു കമ്മീഷനും തരുന്നില്ല. ക്വസ്റ്റ്യൻ എല്ലാം ചോദിച്ചത് അവിടുത്തെ കൗൺസിലേഴ്സ്. കൗൺസിലറുടെ പേര് കറക്റ്റ് ഞങ്ങൾക്ക് അറിയത്തില്ല. കൗൺസിലേഴ്സ് ആണ് ഞങ്ങളോട് ചോദിച്ചത്. എന്നിട്ട് അവർ ചോദിക്കുന്നത്, ഒരു ബയോഡേറ്റയുടെ പുറത്ത് എത്ര രൂപ നിങ്ങൾ മേടിക്കുന്നുണ്ട്? കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്? ഞങ്ങൾ 1 രൂപ കമ്മീഷൻ മേടിക്കാറുമില്ല. ഈ ജനുവരി 5, 2011 ഈ ഹോസ്പിറ്റലിൽ ലാസ്റ്റ് ഇന്റർവ്യൂ നടക്കുന്നത്. അത് കഴിഞ്ഞ് മെയിലാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. ആ പ്രശ്നം കാരണം നാട്ടിൽ പോയി ഇന്റർവ്യൂ ചെയ്ത് ഒരു സ്റ്റാഫിനെ പോലും ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പൊ അന്ന് മുതൽ ഇവിടെ നിൽക്കുന്ന സ്റ്റാഫിന്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സുമാണ് ഈ വരുന്ന ആൾക്കാർ മൊത്തം. അപ്പം ഇവിടെ ബയോഡേറ്റ സെലക്ട് ചെയ്യുന്ന ഏജന്റ് നഴ്സിംഗ് ഡയറക്ടറെ ഏൽപ്പിക്കുന്നു. നഴ്സിംഗ് ഡയറക്ടർ അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ബയോഡേറ്റ സെലക്ട് ചെയ്യുന്നു, സ്റ്റാഫിനെ കൊണ്ടുവരുന്നു. ഇതല്ലാണ്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇതുമായിട്ടില്ല. പിന്നെ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ അറിവില് എത്ര സ്റ്റാഫ് എമിനീസുമായിട്ട് ബാഡ് റിലേഷൻ? അത് എനിക്ക് അവര് ഞങ്ങളോട് വ്യക്തമായി ഞങ്ങളോട് ആ പേര് വേർഡ് സഹിതം ചോദിച്ചു. പക്ഷെ എനിക്ക് ഇവിടെ പറയാൻ എനിക്ക് ലജ്ജയുണ്ട്. ഞങ്ങളോട് വിളിച്ച് ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യാനുള്ള തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇവര് എന്തിന് ഞങ്ങളെ വിളിച്ച് ഇങ്ങനെ ഞങ്ങളോടുള്ള ചോദ്യം അപമര്യാദയായിട്ട് പെരുമാറിയെന്ന് ചോദിച്ചാലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ വന്ന് നിങ്ങൾക്ക് ഈ പേപ്പർ തരാനായിട്ട് ആരാണ് എംബസിന്ന് വന്നത്? വെങ്കടേശൻ എന്ന് പറയുന്നത് HOC, ഇപ്പോഴത്തെ HOC. പിന്നെ രാംചരൻ
രാമചന്ദ്രൻ പുള്ളി. അങ്ങനെ അവര് രണ്ടുപേരും, പുള്ളി വേറെ ഒരു യമനിയുണ്ട്, പുള്ളിയുടെ പേര് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇവര് 3 പേരും കൂടാണ് വന്ന് ഞങ്ങൾക്ക് ഈ ലെറ്റർ അത് ഹോസ്പിറ്റൽ അതോറിറ്റി കാണാണ്ട് സീക്രട്ട് ആയിട്ട് അവർ ഇറങ്ങിപ്പോയതിനു ശേഷം ഞങ്ങളെ വിളിച്ച് ഈ ലെറ്റർ തന്നിട്ട് അവർ പോയി. ഇങ്ങനെ ഒരു ലെറ്റർ തരാനായിട്ട് എന്തെങ്കിലും പ്രത്യേക സാഹചര്യം ഈ പ്രത്യേക സാഹചര്യം ഹോസ്പിറ്റലിൽ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അവർ ഞങ്ങളോട് ഇന്ന് വരെ അതിനെപ്പറ്റി ചോദിച്ചിട്ടുമില്ല. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നിരുന്ന് ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഇവിടുന്ന് ഒരു സ്റ്റാഫിനെ ഹോസ്പിറ്റൽ അതോറിറ്റി ടെർമിനേറ്റ് ചെയ്തു. കാരണം ജനുവരി 15 കുട്ടി ഇവിടെ ജോയിൻ ചെയ്തു, 2013 ജനുവരി 15. ആ ജനുവരി 15 ജോയിൻ ചെയ്ത് അന്നു മുതൽ പുള്ളിക്കാരത്തി ഓരോ പ്രശ്നങ്ങൾ പുള്ളിക്കാരത്തിയായിട്ട് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. ഓരോ വാർഡിലിട്ടു. വാർഡിലെ സ്റ്റാഫുമായിട്ട് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവളുടെ ഡ്യൂട്ടി അവൾ കറക്റ്റായിട്ട് ചെയ്യത്തില്ല. അങ്ങനെ ഓരോ വാർഡിൽ നിന്നും കംപ്ലൈന്റ് ലെറ്റർ അവർ എഴുതി തന്നു. അത് നഴ്സിംഗ് ഡയറക്ടറെ കൊടുത്തു. അവർ ഫോർവേഡ് ചെയ്തു. പിന്നെ ഫ്ലാറ്റിൽ ഹോസ്റ്റലിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നമായിട്ട് ലാസ്റ്റ് ഈ ഡിസംബർ 31 അവളെ ടെർമിനേറ്റ് ചെയ്തു. അതിന്റെ പുറത്തായിരിക്കാം ഞങ്ങളെ വിളിച്ച് ചോദ്യം ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ആ ഒരു വിഷയത്തിന്റെ പുറത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളോട് അവളെയും വിളിച്ചിരുത്തി ഞങ്ങളോട് ചോദിക്കാം എന്താ സത്യാവസ്ഥ എന്നുള്ള കാര്യം അവളെ വിളിച്ചിരുത്തി ചോദിക്കാം. പക്ഷേ ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഞാൻ ഇവിടെ 20 വർഷമായി ജോലി ചെയ്യുന്നു. 20 വർഷം കൊണ്ട് എനിക്ക് ഹോസ്പിറ്റൽ അതോറിറ്റിയിൽ നിന്ന് യാതൊരുവിധമായ പ്രശ്നമോ പ്രതികൂലങ്ങളോ എനിക്കുണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ശമ്പളത്തിനോ അങ്ങനെ യാതൊന്നും ഞങ്ങളുടെ ശമ്പളം സമയാസമയങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ജോലി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അങ്ങനെ നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തിയും പറഞ്ഞ രീതിയിൽ നിങ്ങൾ വന്ന ഏജൻസി നിങ്ങൾക്ക് ഓഫർ ചെയ്തു അതെല്ലാം കറക്റ്റ് ആയിട്ട് ആ രീതിയിലെല്ലാം നിങ്ങൾ വളരെ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഈ ഇന്ത്യൻ എംബസി ഞങ്ങളെ വിളിച്ച് ഹറാസ് ചെയ്തത് മാത്രമേ ഞങ്ങൾ. ഇത്രയും ചോദ്യം ചോദിച്ചതിനടുത്ത് എന്നോട് ചോദിച്ചു വിവാഹം കഴിഞ്ഞാണോ, എത്ര കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ചോദിച്ചത് 3 പെൺമക്കളാ, അവർ വിവാഹമൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം ഇത്ര കുറഞ്ഞ സാലറിയിൽ മറ്റു രീതിയിലല്ലാത്ത രീതിയിൽ എങ്ങനെയാ കുഞ്ഞുങ്ങളെ കെട്ടിച്ചു വിട്ടു. അത് വളരെയേറെ എന്നെ വളരെ ദുഃഖിപ്പിച്ച ഒരു അതാ അവരെ എനിക്ക് അവരുടെ കറക്റ്റ് പേര് എന്നെയാണ് ആദ്യം കൊണ്ടുപോയത്. 2.5 മണിക്കൂർ ഏകദേശം 2.5 മണിക്കൂർ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തു. ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറെ ക്വസ്റ്റ്യൻസ്, വളരെ നമ്മളെ ഫീലിങ്സ് വരുത്തുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. ഇവിടെ ജീവിക്കുമ്പം വളരെ നന്നായ രീതിയിലാണ് ഞങ്ങൾ മുൻപോട്ട് ജീവിച്ചിട്ടുള്ളത്. ഈ ചോദിച്ച ചോദ്യം തന്നെ നിസാറിനെ എത്ര പ്രാവശ്യം വിളിക്കാറുണ്ട്. എനിക്ക് മൈസൂർ പാലസ് എന്ന് പറഞ്ഞാൽ അതെന്തോന്ന് അറിയത്തില്ല. അവിടെ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്, അതെന്തുവാന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞപ്പം വളരെ വളരെ കളിയാക്കിയ രീതിയിൽ, അറിയത്തില്ല എന്നുള്ള രീതിയിൽ നമ്മളെ വളരെ കളിയാക്കിയ രീതിയിൽ സംസാരിച്ചു. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും മാനേജ്മെന്റുമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? അങ്ങനെ ഇവിടെ ഹോസ്പിറ്റൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഹോസ്പിറ്റലുമായിട്ടില്ല. ഹോസ്പിറ്റലിൽ അതോറിറ്റികളുമായിട്ട് യാതൊരു അതെ ഞങ്ങൾ ഈ 20 വർഷക്കാലം ഇവിടെ ജോലി ചെയ്ത് വളരെ സന്തുഷ്ടരാണ്. അവർ ഈ യുദ്ധങ്ങളും പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് ഞങ്ങൾ പലപ്പോഴും എംബസി തന്നെ ചോദിച്ചു, നിങ്ങളെന്താ ഈ എംബസിന്ന് എല്ലാവരും പോകാൻ പറഞ്ഞിട്ട് നിങ്ങളെന്താ പോകാൻ നിൽക്കുന്നത്? ഞങ്ങൾക്ക് ഇവിടെ സാറ്റിസ്ഫാക്ഷനാണ്. ഇതിൽ നിൽക്കാൻ ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോഴേ ഇവിടുത്തെ എംബസിയാണോ നിങ്ങളെ സപ്പോർട്ട് ചെയ്തായിട്ട് തോന്നിയത്, അതോ ഇവിടുത്തെ മാനേജ്മെന്റ്? ഒരിക്കലുമല്ല മാനേജ്മെന്റ്. എല്ലാവരുടെയും ഒരു അഭിപ്രായം നമുക്ക് ഉണ്ടാക്കുക എംബസി ചെയ്തു. ഒരിക്കലും നമ്മളെ സപ്പോർട്ട് ചെയ്യല്ല ചെയ്തിട്ടുള്ളത് എംബസി. ഈ ടെർമിനേറ്റ് ചെയ്തെന്ന് പറയുന്ന കൊച്ചുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് സ്കൂൾ അത് ഇവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണോ ടെർമിനേറ്റ്? ഹോസ്പിറ്റൽ അതോറിറ്റി ഈ സംഭവങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങളുടെ പരാതികൾ ആർക്കെങ്കിലും അയച്ചിട്ടുണ്ടോ? അവിടെ എന്തെങ്കിലും അതിനുള്ള ഒരു നാട്ടിലെ നമ്മുടെ ഗവൺമെന്റുമായിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് വന്നത്? മന്ത്രിമാർക്ക് ചീഫ് മിനിസ്റ്റർക്ക് ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ട് അവർ തിരിച്ചു വന്നിട്ടില്ല. യമനിലെ ഈ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഇത്രയധികം സപ്പോർട്ട് തരികയും നിങ്ങളെ മനഃപൂർവ്വം എംബസി ദ്രോഹിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പൊ നമുക്കിത് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ മിനിസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് സഹായം ലഭിക്കാൻ, നമ്മുടെ നാട്ടിലും സഹായം ലഭിക്കാനായിട്ട് ആർക്കൊക്കെ നിങ്ങളിപ്പം പ്രത്യേകിച്ച് പെട്ടെന്ന് ലെറ്റർ ഫാക്സ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റും? നമുക്ക് വനിതാ കമ്മീഷൻ അയച്ചിട്ടുണ്ട്. പിന്നെ ചീഫ് മിനിസ്റ്റർ ഗവൺമെന്റ് ഓഫ് കേരള, പ്രൈം മിനിസ്റ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഫോറിൻ മിനിസ്റ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്റ്റർ ഓഫ് ഓവർസീസ് അഫയേഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഇന്ത്യൻ പ്രവാസി വെൽഫെയർ അസോസിയേഷൻ, കേരള ക്ലബ്. അപ്പൊ ഇവരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹായം ഇല്ല, ആരിൽ നിന്നൊരു സഹായം കിട്ടിയിട്ടില്ല. പ്രവാസി വെൽഫെയർ അസോസിയേഷൻ മാത്രം പ്രവാസി നിങ്ങളെ അന്വേഷിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇനിയിപ്പം നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത നടപടിക്ക് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം പ്രത്യേകിച്ച് ആരുടെ നിന്നും ഒരു സഹായം ലഭിക്കാത്ത സ്ഥിതിക്ക്, പ്രത്യേകിച്ച് പ്രവാസി സംഘടനകൾ വന്നിട്ടുണ്ട് എങ്കിൽ പോലും അവരുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഒരു നീതി അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവർ 27-ാം തീയതി വീണ്ടും റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എംബസിന് ഞങ്ങൾക്ക് ലെറ്റർ വിട്ടു, ഫാക്സ് വിട്ടു, ഹോസ്പിറ്റലിലോട്ട് ഫാക്സ് വിടുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡയറക്ടറുമായിട്ട് സമീപിച്ചപ്പോൾ ഡയറക്ടർ പറഞ്ഞു യാതൊരു കാരണവശാലും ഇനി ഇന്ത്യൻ എംബസിയിൽ പോകേണ്ടെന്ന കാര്യമില്ല. കാരണം ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ്. എന്തെങ്കിലും പ്രശ്നം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായാൽ ഹോസ്പിറ്റൽ അതോറിറ്റി അത് മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോയിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഈ ലെറ്റർ അവർ ഫാക്സ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു മസ്റ്റ് ആയിട്ട് ഞങ്ങളുടെ പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്യണമെന്ന്. എന്തിനെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഈ 2 ദിവസം മുമ്പേ അവർ വീണ്ടും അടുത്ത ഫാക്സ് ചെയ്തു എല്ലാ സ്റ്റാഫിന്റെയും ഡോക്യുമെന്റ്സ് ഇന്ത്യൻ എംബസി സബ്മിറ്റ് ചെയ്യണം. സർട്ടിഫിക്കറ്റ്സ് ഫയൽ എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. പക്ഷേ ഞങ്ങൾ ഈ എംബസി ത്രൂ അല്ല വന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു സ്റ്റാഫ് ഇവിടെ വരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബോംബെയിൽ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഫുൾ അറ്റസ്റ്റേഷൻ കഴിഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. നോട്ടറി അറ്റസ്റ്റേഷൻ കഴിഞ്ഞാണ് ഞങ്ങൾ പിന്നെ യമനിൽ വരുന്നത്. പിന്നെ വീണ്ടും ഒരു അറ്റസ്റ്റേഷനും ഒരു വെരിഫിക്കേഷന്റെയും കാര്യമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പിന്നെ അത് മനഃപൂർവ്വം എംബസി വിളിച്ച് ഹറാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് വിളിക്കുന്നത് മാത്രം. HOCയുടെ നേതൃത്വത്തില് ഇത്രയധികമായിട്ട് നമ്മളെ പ്രത്യേകിച്ച് നേഴ്സന്മാരെ തകർക്കുന്ന ഒരു രീതിയിലേക്ക് പ്രത്യേകിച്ച് ഞങ്ങളിവിടെ അറിയാനായിട്ട് സാധിച്ചത് ഈ ലെറ്ററിന്റെ വെളിച്ചത്തില് ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഡിഫൻസില് ഹെൽത്തില് ഒക്കെയും ഈ ലെറ്റർ ഫാക്സ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഇതൊരു വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഡിഫൻസിൽ ഒരു പേപ്പർ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടായിരിക്കും. അപ്പം കിട്ടിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലും നിങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡ്, അവരാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മിനിസ്ട്രിയിലേക്ക് ലെറ്റർ എംബസി അയച്ചിട്ടുണ്ട്. അതിനായിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്? ജോലി സംബന്ധമായിട്ട് 1984 തൊട്ട് ഇവിടെ ഇന്ത്യൻ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നതാണ് മിലിറ്ററി ഹോസ്പിറ്റലിൽ. ഇവിടെ എബോവ് 300 സ്റ്റാഫ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും ക്വാളിഫൈഡ് ആയ ആൾക്കാരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. എല്ലാവരും ഒരു ഏജന്റ് മുഖേനയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എംബസി മുഖേന ആരും വന്നിട്ടില്ല. ഹോസ്പിറ്റൽ മാനേജ്മെന്റിനും ഇവിടുത്തെ എമനി സ്റ്റാഫിനും ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ പെരുമാറ്റത്തിലും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഇല്ല. എമനി മാനേജ്മെന്റ് ഞങ്ങളുടെ ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. എംബസിയുടെ ഭാഗത്തു നിന്നായി ഈ പ്രശ്നം കാരണം ഒരുപാട് ജോലിക്കാർ പുറത്തും ഈ ഹോസ്റ്റലിന് പുറത്തും അകത്തുമായിട്ട് താമസിക്കുന്നുണ്ട്. ഫാമിലി ആയിട്ട് 20-24 വർഷം വരെ ജോലി ചെയ്ത സ്റ്റാഫുകൾ ഇവിടെയുണ്ട്. മിലിറ്ററി ഹോസ്പിറ്റലുണ്ട്. അവരുടെ റെപ്യൂട്ടേഷനെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഞങ്ങൾ ഇന്ത്യൻ എംബസിയെ ബഹുമാനിക്കുന്നു, ഇന്ത്യൻ അംബാസിഡറെ ബഹുമാനിക്കുന്നു, ഇന്ത്യൻ നിയമങ്ങളെ ബഹുമാനിക്കുന്നു. കേരളത്തിലെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും ചോദിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സൂപ്പർവൈസേഴ്സിനോട്, ഞങ്ങളുടെ കോളീഗ്സിനോട് ഇന്ത്യൻ എംബസിയിൽ അറ്റാച്ച് ചെയ്യും. അവരുടെ പേര് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അവർ ചോദിച്ചത് അതില് ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ ഇന്ത്യൻ സ്റ്റാഫും, മെയിൽ ഫീമെയിൽ ഭേദമന്യേ ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ ഇന്ത്യൻ സ്റ്റാഫും പ്രതിഷേധം രേഖപ്പെടുത്തി. ഞങ്ങൾ ജോലി ചെയ്യുന്ന രാജ്യം യമൻ, ഇതൊരു ട്രഡീഷണൽ മുസ്ലിം കൺട്രിയാണ്. ഇവിടുത്തെ സ്ത്രീകളെ, ഇവിടുത്തെ രാജ്യക്കാരും പുറത്തുനിന്ന് വന്നിരിക്കുന്ന സ്ത്രീകളെ ഇവിടുത്തെ രാജ്യക്കാർ പൂർണ്ണമായിട്ടും ബഹുമാനിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രിയുടെ പ്രതിനിധികളായ ഞങ്ങളെ, ഞങ്ങളുടെ കോളീഗ്സിനെ ഇന്ത്യൻ എംബസി അപമാനിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട്. ഈ ഒരു പ്രശ്നത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ എംബസിയിൽ വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിച്ച HOCക്കും മറ്റ് അധികാരികൾക്കുമെതിരെ കർക്കശമായ നടപടിയെടുക്കണമെന്ന് എല്ലാ ജോലിക്കാരുടെ അഭിപ്രായം ക്രോഡീകരിച്ചുകൊണ്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇന്ത്യൻ ഗവൺമെന്റിനോട്. ഒരു സ്ത്രീയോട് പെരുമാറേണ്ട രീതിയിൽ മോശമായ രീതിയിൽ പെരുമാറിയതിൽ എല്ലാവരുടെയും വ്യസനം അറിയിക്കുന്നു. ഞാൻ 1986 മുതൽ ഇവിടെ മിലിറ്ററി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. ഹോസ്പിറ്റൽ അതോറിറ്റിയുമായിട്ട് ഇത്രയും നാളുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലുള്ള ആൾക്കാരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. മലയാളീസ് ഉണ്ട്, തമിഴുണ്ട്, കർണാടകയുണ്ട്, നോർത്ത് ഇന്ത്യൻസ്, ഒരുപാട് ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ നേരത്തെ ഇരുന്ന ഇവിടെ നഴ്സിംഗ് സൂപ്പർവൈസർ കർണാടക ഉള്ള ഒരാളായിരുന്നു, കർണാടകത്തിൽ നിന്നുണ്ടായിരുന്നു.
അവർ ഞങ്ങളുമായിട്ട് നല്ല ഇതായിട്ടാണ് ഞങ്ങൾ ഇതുവരെ പൊക്കൊണ്ടിരുന്നത്. യാതൊരു ബുദ്ധിമുട്ടുമില്ല. പുള്ളിക്കാരി പോയിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞാണ് സിസ്റ്റർ ജിനി എന്ന് പറഞ്ഞ ആൾ സൂപ്പർവൈസറായിട്ട് വന്നത്. എല്ലാവരുമായിട്ട് ഞങ്ങൾ വളരെ സഹകരണത്തോടുകൂടിയാണ് പോകുന്നത്. ഹോസ്പിറ്റൽ അതോറിറ്റി ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പോഴാണ് ഞങ്ങൾക്ക് എംബസിയിൽ നിന്നും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് വന്നിട്ടുള്ളത്. അതിൽ ഞങ്ങൾ വളരെ അധികം ഖേദിക്കുന്നു. കാര്യം ഞങ്ങളുടെ 3 സൂപ്പർവൈസറെ അവിടെ വിളിച്ചിട്ട് വളരെ മാന്യമല്ലാത്ത രീതിയിൽ അവർ ചോദ്യം ചെയ്യുകയും അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയും അതിൽ ഞങ്ങൾ വളരെയധികം ഖേദിക്കുന്നു. സിസ്റ്ററിന്റെ പേരെന്ന് പറയാം? എന്റെ പേര് ലീലാമ്മ ബാബു. ഇവിടെ എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്? 15 വർഷമാകുന്നു. ഇപ്പൊ എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്ന് ചെറുതായിട്ട്? സംഭവിച്ചിരിക്കുന്നത് ഞാൻ 14 വർഷമാകുന്നു ഇപ്പം ജോലി ചെയ്യുന്നത്. 14 വർഷമായിട്ട് ഇതിനോട് ജോലി ചെയ്യുന്നത്. ആ സമയം തൊട്ട് ഞങ്ങളുടെ കൂടെ നമ്മുടെ നോർത്ത് ഇന്ത്യൻസും സൗത്ത് ഇന്ത്യൻസും എല്ലാവരും ഇടകലർന്നാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. അതിൻ്റെ അകത്തിൽ യാതൊരുമായ പാർഷ്യാലിറ്റിയോ അല്ലെങ്കിൽ ഇത് കേരളക്കാർ അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ അത് നോർത്ത് ഇന്ത്യൻസ് അങ്ങനെ ഒരു പാർഷ്യാലിറ്റി ഇന്ന് വരെ ഇവിടെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ നേരത്തെ മേട്ടം തന്നെ കർണാടകക്കാരിയായിരുന്നു. ഒരു കൊടിക്കീഴിൽ ഞങ്ങൾ നല്ല ഇതായിട്ടാണ് ഇവിടെ നടന്നുകൊണ്ട് പോയത്. ഈ ജനുവരിയിൽ ഇങ്ങനെ ഒരു കൊച്ചിനെ ഇവിടെ ടെർമിനേഷൻ ചെയ്യുന്ന ആ കൊച്ചിനെ ടെർമിനേഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ അതിന്റെ ഫോൾട്ടി മാത്രമാണ്. അത് തമിഴ്നാടെന്ന് പറയുന്നു. എൻ്റെ കൂടെയും ഡ്യൂട്ടി ചെയ്തതാണ് കൊച്ചൻ. കാരണം മറ്റു ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഡ്യൂട്ടി കിട്ടി കഴിഞ്ഞിട്ട് അവിടെ എല്ലാം പ്രശ്നങ്ങളായിട്ട് പിന്നെ പണിഷ്മെന്റ് ഡ്യൂട്ടിയാന്ന് പറഞ്ഞാൽ ഞാൻ കാഷ്വാലിറ്റി ഡ്യൂട്ടി ഞങ്ങളുടെ കൂട്ടത്തിൽ സൂപ്പർവൈസർ പറഞ്ഞു പണിഷ്മെന്റ് ഡ്യൂട്ടി ഞങ്ങളുടെ പിന്നെ നേഴ്സിംഗ് ഡയറക്ടർ ഡോക്ടർ യാസിൻ പുള്ളിയാണ് പണിഷ്മെന്റ് ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടിട്ട്. കാരണം ഈ കൊച്ചു ഓൾറെഡി ന്യൂ ബ്ലോക്കിലേക്ക് വന്നതാണ്. അപ്പം അവിടെ ജോലി ചെയ്യുന്നതിന് കംപ്ലൈൻറ്റ്സ് ആരും കൂടെ ചെയ്യാൻ കോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറല്ലാത്ത അങ്ങനെ മാറ്റി ഇവരെ കോപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയെങ്കിലും നിന്ന് പോകട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ കാഷ്വാലിറ്റിയിലിട്ടു. എൻ്റെ കൂടെ 3 മാസം ജോലി ചെയ്തു. 3 മാസം ജോലി ചെയ്യുന്ന സമയത്തായാലും ആദ്യം ഇട്ട് കഴിഞ്ഞിട്ടായാലും ഒരാഴ്ച കഴിഞ്ഞപ്പം ഞങ്ങളുടെ സൂപ്പർവൈസർ പറഞ്ഞു ഈ കൊച്ചെങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് എഴുതി കൊടുക്കുക. എല്ലാവരും ജീവിക്കാൻ വന്നതല്ലേ, ജീവിച്ചു പൊക്കോട്ടെ. ഓരോ മനുഷ്യൻ്റെ വീട്ടിലെ സാഹചര്യം അനുസരിച്ചാണ് എല്ലാവരും ഇവിടെ കഴിയുന്നത്, അന്യദേശത്ത് വന്നേ. അപ്പം ഞങ്ങൾ എഴുതി കൊടുത്തു. വലിയ കുഴപ്പമില്ല, അത് നിന്ന് പോട്ടെ എന്ന് പേപ്പർ എഴുതി കൊടുത്തു. ഞങ്ങൾ വലിയ കുഴപ്പമില്ല നിന്ന് പോട്ടെ എന്നുള്ള രീതിയിൽ. കാരണം എല്ലാവരും ജീവിക്കാൻ വന്ന പേപ്പർ ഞങ്ങൾ എഴുതി കൊടുത്തു. അതിനുശേഷം അവളുടെ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങി. ഡ്യൂട്ടിയിലെ നെഗ്ലിജൻസിയും ഒക്കെ കാണിക്കാൻ തുടങ്ങി. ഒരു പെർഫെക്റ്റ് സ്റ്റാഫ് ഡ്യൂട്ടി ചെയ്യുന്ന ബരാബർ ഓവർ എടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പം ഏതൊരു സ്റ്റാഫിനും അവളോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയാണ് ഈ പ്രശ്നം. ഇവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ് അവളെ ടെർമിനേഷൻ ചെയ്തിരിക്കുന്നത്. അല്ല ഞങ്ങളുടെ സൂപ്പർവൈസർമാരും ആരുമല്ല. അവർക്ക് ഇതിനകത്തിൽ ഒരു ഹാൻഡിലും ഇല്ല. പിന്നെ താമസിക്കുന്ന ഹോസ്റ്റലിലും റൂംമേറ്റ്സുമായിട്ടും ഒക്കെ പ്രശ്നങ്ങളും അടിയും പിടിയും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് കാഷ്വാലിറ്റി വന്നിട്ടുണ്ട്. കഴിച്ചും പറിച്ചും ഒക്കെ അങ്ങനെയൊക്കെ അവിടെ റൂംമേറ്റ് തന്നെ സെയിം പ്ലേസിലുള്ളവരെ അവിടെ റൂംമേറ്റ് തന്നെ സെയിം പ്ലേസിലുള്ളതാ. ആ കുട്ടിയാണ് ഈ കുട്ടിയെ കൊണ്ടുവന്നത്. ആ കുട്ടിയുമായിട്ട് വന്നിട്ട് അങ്ങനെ പ്രശ്നങ്ങളായിട്ട് കാഷ്വാലിറ്റിയിൽ അടിച്ചു പിടിച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പം മാക്സിമം അവർക്ക് സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങളുടെ നേഴ്സിംഗ് അത് നമ്മുടെ ഇന്ത്യൻസ് അല്ല നേഴ്സിംഗ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അവളെ ടെർമിനേഷൻ ചെയ്തു. ഇനി ഒരു തരത്തിലും അവർക്ക് സഹിക്കാൻ മേല. ഈ ഒരു വർഷം അവർ സഹിച്ചു. ഇനി അവർ ഒരു വിധത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതിന്റെ പിന്നിൽ നിന്നാണ് ഇതിന്റെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്? അതിനു മുന്നേ ഒരു പ്രശ്നം ഇല്ലായിരുന്നല്ലോ. ഞങ്ങൾ ഇത്ര വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. ഈ യുദ്ധങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ ഈ വെടിയുണ്ട വന്ന് ഞങ്ങളുടെ മണ്ടയ്ക്ക് വീഴുന്ന സമയത്ത് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കപ്പെട്ട കൊച്ച് നമ്മുടെ ഇന്ത്യൻ എംബസി സമീപിച്ചിരിക്കും. അത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പൗരന്റെ അവകാശം. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് അവരിവിടെ വന്ന് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് അതിന്റെ ഒരു കാര്യങ്ങളൊന്ന് അന്വേഷിക്കുവാനോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും അവർ ചെയ്തോ? ഇല്ല. ഞങ്ങൾ അറിയുന്നത് അവര് ഒരു പ്രാവശ്യം ഇവിടെ ഡയറക്ടറിന്റെ ഓഫീസിൽ വന്നു എന്നാണ്. അപ്പോൾ ഡയറക്ടർ ചോദിച്ചു എന്താ നിങ്ങൾ വന്നേ, ഇങ്ങനെ ഒരു കൊച്ചിനെ ഇവിടുന്ന് ടെർമിനേഷൻ ചെയ്തിട്ടുണ്ട് പ്രോബ്ലം കാരണം, അതിന്റെ എന്തെങ്കിലും വിവരങ്ങൾ അറിയാനാണോ നിങ്ങൾ വന്നേ എന്ന് ചോദിച്ചപ്പോൾ അല്ല ഞങ്ങൾ വെറും വിസിറ്റിങ്ങിന് വന്നെന്ന് പറഞ്ഞാൽ എംബസിയുടെ ആൾക്കാർ പറഞ്ഞു. ഞങ്ങളുടെ ഡയറക്ടറിനോട് അങ്ങനെ പറഞ്ഞാൽ പിന്നെ അവര് പോകുന്ന സമയത്താണ് ഞങ്ങളുടെ സൂപ്പർവൈസേഴ്സിന് ഇങ്ങനെ ലെറ്റർ കൊടുത്തിട്ട് പോയി അവരെ വിളിച്ചു. ഞങ്ങളുടെ 3 സൂപ്പർവൈസേഴ്സിനെ അല്ല അപമാനിച്ചിരിക്കുന്നത്. ഞങ്ങളെ മൊത്തം ഞങ്ങൾ 300 സ്റ്റാഫിനെയും ഞങ്ങൾ ഫീമെയിലായ ഞങ്ങൾ സ്റ്റാഫ് നേഴ്സിനെ ഞങ്ങൾ അതുകൊണ്ടൊക്കെ ഈ രോഗികളെ നോക്കി സംരക്ഷിക്കുന്ന ഞങ്ങളുടെ ആ വ്യക്തിത്വത്തെയാണ്, സ്ത്രീത്വത്തെയാണ്. ഞങ്ങൾ ആ 3 പേരല്ല, ഞങ്ങൾ മൊത്തം സ്റ്റാഫും
ഞങ്ങൾ അതിൻ്റെ അകത്ത് ഞങ്ങളുടെ കഠിനമായിട്ടുള്ള ഏറ്റവും ഇതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ അതിനെ പ്രതിഷേധിക്കുകയും ചെയ്യുന്നു, പ്രതികരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ഖേദവും രേഖപ്പെടുത്തുന്നു. തീർച്ചയായും ഇപ്പം ഇങ്ങനൊരു സംഭവം നടന്നു, നിങ്ങളുടെ പ്രത്യേകിച്ച് നിങ്ങളെ നയിക്കുന്ന നിങ്ങളുടെ സീനിയർ സ്റ്റാഫ് അവർക്കെതിരെ അവരെ മോശമായിട്ട് പ്രത്യേകിച്ച് അവർ സ്ത്രീകളാണ്, അവരോട് മോശമായിട്ട് തികച്ചും സ്ത്രീകളോട് ചോദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിച്ചു വന്നു അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷൻസ് ഇങ്ങനെ ചെയ്തവർക്കെതിരെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു? തീർച്ചയായിട്ടും ഞാനൊരു ഇന്ത്യനാണ്. അപ്പൊ എന്റെ ഗവൺമെന്റ് അതിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ എംബസി മുഖാന്തരമല്ല വന്നത്, ഞങ്ങൾ ഏജന്റ് മുഖാന്തരം വന്നത്. ഏജന്റിൽ നിന്നും ഞങ്ങൾക്ക് യാതൊരുമായ പ്രശ്നങ്ങളും ഇല്ല. വരുന്നതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ ജോലി ജോയിൻ ചെയ്യുന്നു. എത്രയോ പേര് ഏജൻസികൾ കൊണ്ടുവന്നിട്ട് ജോലി ഇല്ലാതെ ഇരിക്കുന്നു, അവിടെ കൊണ്ടിടുന്നു, ഇങ്ങനെ ഇടുന്നു, അങ്ങനെയൊക്കെ സംഭവങ്ങൾ നമുക്ക് സാധാരണ. അപ്പൊ ഞങ്ങൾ വരുന്ന പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ജോലി ജോയിൻ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരു ദിവസം പോലും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഏജന്റിന്റെ അവിടെ നിന്നും ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ അതോറിറ്റി ഞങ്ങൾക്കില്ല. അവരിപ്പം ഞങ്ങളോട് പറയുന്നത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഞങ്ങളോട് പറയുന്നത്, ഞങ്ങൾ നിങ്ങൾക്കൊരു പ്രശ്നമില്ല, ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഇന്ത്യക്കാരായിട്ട് നിങ്ങളുടെ എംബസി നിങ്ങൾക്കെതിരായിട്ട് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? என்னோட பேர் தெபோரா. நான் வந்து தமிழ்நாட்டிலேருந்து இங்கே வந்துட்டு 2011லேருந்து நான் இங்கே டியூட்டி ஜாயின் பண்ணது. நான் வந்த டைம்லேருந்து இங்கே எல்லாருமே எனக்கு கூட இருந்தவங்க எல்லாருமே மலையாளிஸ் தான். ஆனால் எல்லாருமே என்கிட்ட ரொம்ப பாசமாக தான் இருப்பாங்க. யாருமே வந்து ஒரு பார்ஷியாலிட்டியோடு என்கிட்ட இதுவரையும் பிஹேவ் பண்ணது கிடையாது. என்னோட டியூட்டிலையும் எல்லாருமே மலையாளிஸ் மட்டும்தான் என் கூட டியூட்டி செய்திருக்காங்க. யாருமே இதுவரைக்கும் என்கிட்ட நான் தமிழ் அப்படின்னு சொல்லிட்டு யாருமே இதுவரை என்ன செப்பரேட் ஆக்குனதில்லை. எல்லாரும் என்கிட்ட ரொம்ப பாசமாக தான் இருப்பாங்க. சப்போஸ் நான் ஏதாவது டியூட்டியில் தப்பு பண்ணியிருந்தா கூட அது அவங்க ஒரு சகோதரத்து போல் என்னை வந்து சொல்லி என்ன தண்டிச்சிருக்காங்க. அல்லாமல் என்ன வேறு எந்த விஷயத்துலையும் நான் தமிழ்நாடுன்னு உள்ள ஒரு இதில் என்னை வந்து பிரித்து பார்த்ததே கிடையாது. என்னோடய சூப்பர்வைசர்ஸும் அதுபோல் தான். நான் வந்து இப்போ கர்நாடகத்தில் உள்ள அந்த ஒரு சேச்சி தான் இங்கே வந்து சூப்பர்வைசராக இருந்தாங்க. அவங்களும் அதுபோல் தான் என்கிட்ட வந்து ஒரு நல்ல ஒரு பாசமாக தான் இருந்தாங்க. என்கிட்ட யாருமே பார்ஷியாலிட்டி காட்டிட்டு. அதுக்கப்புறம் 3 சூப்பர்வைசர் வந்தாங்க. அவங்களும் 3 பேரும் மலையாளிஸ் தான். அவங்க யாருமே என்கிட்ட இது வரைக்கும் எந்த ஒரு விஷயத்துலையும் தமிழ்நாடு கேரளா அப்படின்னு சொல்லிட்டு 2 செப்பரேட் ஆக்கி என்கிட்ட இதுவரையும் பிஹேவ் பண்ணதில்லை. எல்லாருமே எல்லாரும் அவங்களோட சகோதரங்களை போல எல்லாரும் இந்தியன்ஸ் உள்ள ஒரு இதில் தான் என்கிட்ட பிஹேவ் பண்ணியிருக்காங்க. So you have to feel like a homely atmosphere, right? Yes. என்னோட ஹாஸ்டல்லையும் நான் இருக்கிறது ஃபுல் என் கூட இருக்கிற எல்லாருமே மலையாளிஸ் தான். அவங்க எல்லாருமே அது போல தான். யாருமே இதுவரையும் நான் பார்ஷாலிட்டி பார்த்து என்கிட்ட பிஹேவ் பண்ண நான் இதுவரைக்குமே பார்த்தது கிடையாது. எனக்கு ரொம்ப சந்தோஷமாட்டு இருக்கிற விஷயம் இந்த யமனில் வந்துட்டு இங்கே வந்து ஃபஸ்ட்டு என்னோட லைஃப்பில் ஃபஸ்ட் டைம் இது நான் மலையாளிஸு கூட நான் இப்படி இருக்கிறது. எனக்கு இது ரொம்ப பிடிச்சிருக்கு. எனக்கு எந்த ஒரு ப்ராப்ளமும் இல்லை. என் ஃப்ரெண்டு தான் டாரதி, அவளும் தமிழ்நாடு தான். நான் கன்னியாகுமரி டிஸ்ட்ரிக்ட், அவள் தூத்துக்குடி டிஸ்ட்ரிக்ட். என் கூட அவள் வந்து ஒரு 5 நாள் என் கூட ஸ்டே பண்ணியிருக்கேன் என் ரூமில். பட் எனக்கு அவளோட ஃபுல் டீட்டெயில் எனக்கு எதுவுமே தெரியாது. அப்புறம் இங்குள்ள காரியங்கள் ஹாஸ்பிட்டல் மேட்டர்ஸ் எதுவுமே அவள் என்கிட்ட ஷேர் பண்ணதும் கிடையாது. அதனால் எனக்கு அதை பற்றி எதுவும் தெரியாது. സിസ്റ്റർ ഇവിടെ എത്ര നാളായിട്ട് വർക്ക് ചെയ്യുന്നു? ഈ ന്യൂ ബിൽഡിംഗ് സ്റ്റാർട്ട് പണിലിരുന്ന് ഞാൻ ഇവിടെ തന്നെ. ഇപ്പോൾ എന്താ ഇവിടുത്തെ പ്രോബ്ലം? ഇവിടത്തെ எங்களுக்கு சூப்பர்வைசருக்கு എന്തെങ്കിലും ஒரு பிரச்சனையும் இல்லை. நான் வந்தது தொட்டு எனக்கு இருந்தது எல்லாமே ഇവിടെ வந்து மலையாளி சூப்பர்வைசர் தான். அவங்க தமிழ் மலையாளம்னு எங்களுக்கு எந்த பார்ஷியாலிட்டியும் பார்க்குறது இல்லை. எப்போ எங்களுக்கு என்ன தேவை இருக்குதோ நாங்கள் சூப்பர்வைசர் மூலமாக தான் மேனேஜ்மெண்ட்டுக்கு போவோம். அவங்க எங்களுக்கு த்ரூவாக என்ன மேனேஜ்மெண்ட்டுக்கு என்ன ஒரு ஹெல்ப் பண்ணணுமோ ஸ்டில் நவ் கரெக்டாக பண்ணிட்டு இருக்காங்க. ஸோ எங்களுக்கும் தமிழ் மலையாளம் கேரளா தமிழ்நாடு அந்த எந்த பார்ஷியாலிட்டி நோ பார்ஷியாலிட்டி. സിസ്റ്റർ ഇവിടെ എത്ര നാളായിട്ട് വർക്ക് ചെയ്യുന്നു? ഇവിടെ ന്യൂ ബിൽഡിംഗ് സ്റ്റാർട്ടിങ്ങിലാണ് ഇവിടെ. ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഇവിടെ നിങ്ങളുടെ ഇടയിലുണ്ടോ? ഇല്ല. പിന്നെ ഇപ്പൊ എംബസി ഇവിടെ വന്ന് ഇടപെട്ട് എന്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾക്ക് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ആയത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് ഇപ്പൊ ഇവിടുത്തെ நம்ம எந்த இடத்துக்கு நம்ம வேலைக்கு போனாலும் എല്ലാ ഇടത്തിലെയും നമുക്ക് മാനേജ്മെന്റ് പറയുന്നത് ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് പണിഷ്മെന്റ് കിട്ടും. അപ്പൊ ആ കൊച്ച് ഏത് സ്റ്റാഫോടും കൂടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല. അത് തമിഴ് കൊച്ചാണ്, ഞാൻ തമിഴാണ്, എൻ്റെ പേര് മക്കളായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് മാനേജ്മെന്റ് ആക്ഷൻ എടുത്ത് അത് എല്ലാ ഇടത്തിലെയും നമ്മ ഇന്ത്യ എന്തായാലും ഇവിടെ இருந்தாலும் അത് സെയിമാ. മാനേജ്മെന്റ് എടുത്തത് കറക്റ്റാ. തപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആക്ഷൻ എടുക്കുന്നത് കറക്റ്റാ. അതല്ലാതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ
ഇങ്ങനെ എങ്ങളെ സൂപ്പർവൈസറാ ഇവിടെ എല്ലാ ഹാൻഡിലിങ്ങും എങ്ങൾക്ക് പുറത്ത് താമസിക്കുന്നവർക്കും ഇൻസൈഡ് ഉള്ളവരും എല്ലാവർക്കും കെയറിങ് എടുക്കുന്നത് സൂപ്പർവൈസറാ. സൂപ്പർവൈസറെ എങ്ങൾക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ എങ്ങളോട് എന്താ പാർഷ്യാലിറ്റി കാണിച്ചിട്ടില്ല. തമിഴിനും മലയാളിനും എന്ത് സെപ്പറേറ്റും എങ്ങൾക്ക് കാണിച്ചിട്ടില്ല. എല്ലാം എങ്ങൾക്ക് നന്നായിട്ട് സൂപ്പർവൈസർ 3 പേരും എങ്ങൾക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സൂപ്പർവൈസറെ സപ്പോർട്ട് ചെയ്യുക. അതല്ലാതെ ഇപ്പൊ ഈ സൂപ്പർവൈസേഴ്സിനെതിരെയാണ് എംബസി എന്തൊക്കെയോ ആരോപണങ്ങൾ, അവരെ ആവശ്യമില്ലാത്ത തെറ്റായ ചോദ്യങ്ങൾ അവരോട് ചോദിക്കാൻ പറ്റാത്ത വെച്ചു. അപ്പൊ അതിനെതിരെ നിങ്ങളും ശക്തമായി നിങ്ങളുടെ പ്രതികരണം രേഖപ്പെടുത്തുവാനായിട്ട് നല്ല പ്രയർ ലൈഫിലോ ഉള്ള ആൾക്കാർ, ഞങ്ങളുടെ സൂപ്പർവൈസർ പ്രയർ ലൈഫിലോ ഉള്ള ആൾക്കാർ. അതുകൊണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യന് ചോദിക്കാൻ പാടില്ല. അത് തെറ്റാണ്, അത് ശരിയല്ല. അത് ഞങ്ങള് അത് അങ്ങനെയുള്ള ക്യാരക്ടറല്ല സൂപ്പർവൈസേഴ്സ്. நல்ல நல்ல பக்தி உள்ள ஸ்பிரிச்சுவல் லைஃப் உள்ள எல்லாருக்கும் ஒரு எக்ஸாம்பிள். 5 வருஷமா இங்க வேலை செஞ்சுட்டு இருக்கேன். உண்மையா சொல்லணும்னாக்கா நல்ல ஒரு பீஸ்ஃபுல் ஆகிட்டு இங்கே ஒர்க் பண்ணுறோம். எங்களுக்கு எல்லா ஒரு வசதிகளும் எல்லாமே இங்கே எங்களுக்கு முன்னாடி இருந்த சூப்பர்வைசரும் சரி, இப்போ இருக்கிற சூப்பர்வைசரும் சரி, நர்சிங் சூப்பர்வைசர் நல்லா எங்களுக்கு எவ்வளோ ஹெல்ப் பண்ணியிருக்காங்க. நாங்கள் இங்கே ஒர்க் பண்ணதுலேருந்து எங்களுக்கு வித்தியாசம் எதுவும் பார்க்குற மாதிரி தெரியல. இப்போ மலையாளிஸ்னால் நாங்கள் ஹெல்ப் பண்ணுவோம், தமிழ்னா கண்டுக்க மாட்டோம் அப்படின்னு இல்லை. எல்லாத்தையும் ஒரே ரீதியில் சிஸ்டர்ஸ் நோக்குவாங்க. அதனால் எங்களோட கூட ஒர்க் பண்ணுற எல்லா மலையாளிஸும் சரி எல்லாம் ஒரே ரீதியாக இண்டியன்ஸ் அப்படிங்கிற ஒரு எண்ணம். இங்கே இந்த வரைக்கும் எந்த பிரச்சனை இருந்ததில்ல. இதான் ஃபஸ்ட் டைம் அதுவும் தமிழ் கோச் மூலமாக இப்படி பிரச்சனை நடக்குது. எங்களுக்கு ரொம்ப ஷேமாயிட்டு இருக்குது. இவ்வளோ தூரம் அந்த பொண்ணு மாத்திரம் இப்போ பிரச்சனைங்கிறது இதுதான். இன்ன வரைக்கும் நாங்கள் வந்ததுலேருந்து இந்த மாதிரி பிரச்சனை கேள்விப்பட்டதில்ல. எங்களுக்கு ஹாஸ்பிட்டலும் சரி, மேனேஜ்மெண்ட்டு, நர்சிங் சூப்பர்வைசர் எல்லாருமே நல்லா எங்களுக்கு சப்போர்ட் செய்திருக்காங்க. எங்களுக்கு பர்சனாலிட்டி எவ்வளோ தேவைகள் கூட அவங்க எங்களுக்கு കഴിഞ്ഞ 10 വർഷമായി മിലിറ്ററി ഹോസ്പിറ്റലിലെ സ്റ്റാഫായിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണ്. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് 100% സപ്പോർട്ടാണ് ഇന്ന് വരെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 15-ാം തീയതിക്ക് ശേഷം ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിരുത്തരവാദപരമായ ഒരു പെരുമാറ്റം മൂലം ഇന്ന് ഞങ്ങളുടെ എല്ലാം ജീവിതം ഒരു തുലാസിൽ നിൽക്കുകയാണ്. കാരണം ഇന്ത്യൻ എംബസി തന്നെ ഇവിടുത്തെ മിലിറ്ററി ഹോസ്പിറ്റലിലെ ഡിഫൻസ് മിനിസ്റ്റർ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് മിലിറ്ററി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന, പ്രത്യേകിച്ച് ഞങ്ങൾ ജോലി ചെയ്യുന്നത് യമന്റെ ക്യാപിറ്റലായ സനയിലാണ്. ഇവിടെ ഏകദേശം 5000-ഓളം വരുന്ന ഇന്ത്യക്കാരായ നേഴ്സന്മാരും മറ്റ് സ്റ്റാഫുകളും ജോലി ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം ഫേക്കായ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് യമനിൽ ജോലി ചെയ്യുന്നതാണ് ഇന്ത്യൻ എംബസി തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ യമൻ കോൺസുലേറ്റ് ഉൾപ്പെടെ നോട്ടീസ് സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്താണ് ഞങ്ങളിവിടെ വരുന്നത്. അങ്ങനെ ഫേക്കായ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഞങ്ങൾ വരുന്നതെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എന്തിനാണ് ഈ എംബസി ആളിനെ കയറ്റിവിടുന്നത്? നാളെ ഈ വരുന്ന മിലിറ്ററി ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള ഈ 5000-ഓളം വരുന്ന സ്റ്റാഫിന് ജോലി നഷ്ടപ്പെട്ട് ജീവിതം പരിപാടിയിലാവുമ്പോൾ ഇന്ത്യ ഗവൺമെന്റോ ഇന്ത്യൻ എംബസിയോ ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം തരുമോ? നാളെ ഇന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ പകുതിയെങ്കിലും തന്ന് നാട്ടിലൊരു ജോലി തരുവാൻ ഇന്ത്യൻ എംബസി തയ്യാറാകും? ഞങ്ങൾക്കൊരു കാര്യം സംശയമുണ്ട്. ഇന്ന് ഈ ചോദ്യങ്ങൾ ചോദിച്ച ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർ സത്യസന്ധമായ സർട്ടിഫിക്കറ്റ് കൊണ്ടാണോ അതോ ഇവർ ISIയുടെ വല്ല ചാരന്മാരാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇത്തരമുള്ള നീചന്മാരെ ഈ യമനിൽ നിന്ന് കെട്ടിയെട്ടിച്ചെങ്കിൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. അതിനുവേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ, പ്രവാസകാര്യ വകുപ്പ് മന്ത്രി ആയാലും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ആയാലും പ്രതിപക്ഷ നേതാവായാലും എല്ലാവരും ഈ പാവപ്പെട്ട ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. കഴിഞ്ഞ ജനുവരി 13-ാം തീയതി മിലിറ്ററി ഹോസ്പിറ്റൽ സന യമനിൽ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് ഇന്ത്യൻ പ്രവാസി വെൽഫെയർ അസോസിയേഷന് പരാതി ലഭിക്കുകയും ആ പരാതിയുടെ മേൽനടപടിയായി അംഗങ്ങളായ ഞങ്ങളിവിടെ വരികയും ഇവരുമായിട്ട് അതിനെപ്പറ്റി സംഭാഷണം നടത്തുകയും ചെയ്തു. അവർക്ക് പറയാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രവാസി വെൽഫെയർ അസോസിയേഷൻ എല്ലാ കാര്യങ്ങളും ഇന്ത്യക്കാരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഈ ഞങ്ങളുടെ സഹോദരങ്ങളായ നഴ്സുമാർക്ക് ഈ ഒരു അനുഭവം ഉണ്ടായതിൽ ഞങ്ങൾ പ്രവാസി ഇന്ത്യൻ വെൽഫെയർ അസോസിയേഷന്റെ പേരിൽ ശക്തമായ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നാട്ടിലുള്ള നമ്മുടെ ഭരണാധികാരികൾ ഇത് കാണുകയും ഈ സഹോദരിമാർക്ക് നേരിട്ട അനുഭവം ഇനി ഒരാൾക്കും ഈ യമനിൽ ഉണ്ടാകാതിരിക്കുവാനുള്ള മേൽനടപടികൾ പ്രവാസകാര്യ വകുപ്പിൽ നിന്നായാലും ബാക്കിയുള്ള ഭരണാധികാരികളിൽ നിന്നായാലും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും ഇവർക്കുണ്ടാകുന്ന പല പല കാര്യങ്ങളിലും പ്രവാസി അസോസിയേഷൻ ശക്തമായി ഇടപെടുകയും ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധവും
ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനുള്ള മേൽനടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഇതുവേണ്ടി സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.